CAT പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് CAT. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ചട്ടമല സെൻറ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, മാത്യു സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്ത് വർദ്ധിച്ചു വരികയാണ്. ഇപ്രകാരം ഉള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ്, മാത്യു സാറ് ചോദിക്കുന്നത് ജീവനെതിരായ മറ്റൊരു വെല്ലുവിളിയുടെ മേഖലയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ വർത്തമാനമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആത്മഹത്യാ നിരക്കുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുക. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നൊരു പ്രദേശമായി കേരളം മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസം നഷ്ടമായി എന്നുള്ളത്. ഇപ്പോൾ കാര്യങ്ങളൊന്നും ശരിയായിട്ടല്ല, പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും, അതിന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ചാൽ മതി എന്നുള്ള ബോധ്യം മനുഷ്യന് നഷ്ടപ്പെടുന്നതാണ് ഈ വലിയ നിരാശയിലേക്കും ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന തോന്നലിലേക്കുമൊക്കെ മനുഷ്യരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. അതുകൊണ്ട് ആത്മഹത്യക്കുള്ള യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൽ മനുഷ്യനെ ആഴപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിക്ക് നിത്യരക്ഷ കിട്ടുമോ? അതാണ് സാറിൻ്റെ ചോദ്യം, ഇല്ലേ? നിത്യരക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ മാത്യു സാറേ. കാരണം ആ വ്യക്തിയെ വിധിക്കാൻ നമ്മൾ ആരുമല്ല. ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആത്മാവിനെ കൊന്നുകളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല ആത്മഹത്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. എന്താണ്? സ്വയം മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ആത്മഹത്യ എന്ന വാക്കുള്ളത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആത്മാവും നശിച്ചു പോയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം മറ്റേതൊരു ആത്മാവിനെയും വിധിക്കുന്നത് പോലെ വിധിക്കും. പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് മാനസികമായി വലിയ പീഡകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാകാം. ആ വ്യക്തിക്ക് മനോബലം കുറവായിരിക്കാം. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലായിരിക്കാം. നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. അപ്രകാരം മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കാവുന്ന ഒരുപാട് പരിതോവസ്ഥകൾ ഒന്നുചേരുമ്പോഴാണ് ഈ ആത്മഹത്യ എന്ന ഒരു പോംവഴിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തി മനഃപൂർവ്വം ദൈവത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി പോയി തൂങ്ങി മരിക്കുന്നതല്ല, വേറെ നിവൃത്തിയില്ലാതെ ഗതികേടുകൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ആ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും മുമ്പിലില്ല എന്ന തോന്നലിന് പ്രാമാണ്യം കിട്ടുന്നു. അതാണ് ആത്മഹത്യക്ക് കാരണമായി തീരുന്നത്. അത്തരം ദയനീയാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ന്യായമായും ചിന്തിക്കാം. അതുകൊണ്ട് ദൈവം ആ വ്യക്തിയുടെ ആ നിമിഷത്തെ ദൗർബല്യത്തെ ക്ഷമിച്ച് ആ വ്യക്തിക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുന്നതിന്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഒന്നും സഭ വിലക്കുകളോ തടസ്സങ്ങളോ ഏർപ്പെടുത്തിയിട്ടുമില്ല. അതിൻ്റെ അർത്ഥം അവരുടെ ആത്മാവിന് രക്ഷപ്പെടാനാകും എന്ന് സഭ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മൃതസംസ്കാരത്തിൽ ചില നിയന്ത്രണങ്ങൾ സഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ആ വ്യക്തിയോടുള്ള അനാദരവ് കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആത്മഹത്യ എന്നുള്ളത് ദൈവഹിതത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വിരുദ്ധമായൊരു പ്രവൃത്തിയാണ് എന്ന് ജീവിച്ചിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആത്മഹത്യ ചെയ്തവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആഘോഷമായി നടത്താൻ പാടില്ല, ലളിതമായി നടത്തണം, സിമ്പിൾ ബെറിയൽ നൽകണം എന്നൊക്കെ സഭയിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉള്ളത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പിതാവെ, ഇതിനോട് ചേർത്ത് ചോദിക്കാനുള്ളത്, ആത്മഹത്യ ചെയ്യുന്നവർക്ക് രക്ഷ കിട്ടും എന്നൊരു ധാരണ വന്നാൽ, ആളുകളുടെ ഇടയിൽ അത്രയൊരു ചിന്തയുണ്ടായാൽ സ്വാഭാവികമായിട്ടും ആത്മഹത്യയുടെ ഒരു ടെൻഡൻസി കൂടുകയില്ലേ? ആത്മഹത്യ ചെയ്യുന്നവർക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളുടെ വലിയ തിരക്കുണ്ടാകും എന്നാണ് സാറിൻ്റെ ഒരു ഭയം, അല്ലേ? യെസ്, അത് സ്വാഭാവികമായി അങ്ങനെ ചോദിക്കാവുന്നതാണ്. പക്ഷേ മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരു പ്രത്യേകിച്ച് പ്രചോദനമോ പ്രോത്സാഹനമോ കിട്ടുന്നതുകൊണ്ടൊന്നും അല്ല മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് ആ പ്രത്യേക നിമിഷത്തിലെ മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. തൻ്റെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ല, മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് ആ വ്യക്തി ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല പോയി ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? അതായത് അതിനെ നമ്മൾ ശരിയാം വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി അപ്പോൾ കടന്നു പോകുന്നത് അങ്ങേയറ്റം ദയനീയമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ്. ആ വ്യക്തി നശിച്ചു പോകും എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് വിധിക്കുന്നതിൽ അർത്ഥമില്ല. ആ ദയനീയാവസ്ഥയ്ക്ക് കാരണക്കാരായത് മറ്റുള്ളവരാകാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അടുത്ത കാലത്ത് നമ്മൾ കേട്ട ചില ആത്മഹത്യകളിൽ ഒരു മനുഷ്യന് കിട്ടാനുണ്ടായിരുന്ന പണം മറ്റുള്ളവർ കൊടുത്തില്ല. ആ മനുഷ്യനെ പിടിച്ചു നീക്കാൻ ഒരു വഴിയും ഇല്ലാതെ പോയി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വാസ്തവത്തിൽ ആത്മഹത്യയുടെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? ആത്മഹത്യ ചെയ്ത വ്യക്തിയാണോ? അയാളെ അതിലേക്ക് നയിച്ച മറ്റുള്ളവരാണോ? നമ്മൾ ചിന്തിച്ച് നോക്കണ്ടോ? അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ചിലർ അപമര്യാദയായി പെരുമാറി, അവൾക്ക് സമൂഹത്തിൽ ജീവിക്കാനാകാത്ത സാഹചര്യമുണ്ടാക്കി, അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു കുറവോ വീഴ്ചയോ കുറിച്ച് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരത്തി ആ മനുഷ്യന് പുറത്തിറങ്ങി ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടായി, ആ മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ആരാണ് അതിന് ഉത്തരവാദി? പലപ്പോഴും നമ്മൾ ആത്മഹത്യ ചെയ്ത ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം എല്ലാ ശ്രദ്ധയും കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മറിച്ച് സമൂഹത്തിൽ പലരും നിരുത്തരവാദപരമായി പെരുമാറുകയും ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായി വർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് ആത്മഹത്യക്കെതിരായുള്ള പോരാട്ടം അവൻ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അയാൾ കടന്നു പോകുന്ന അന്തസംഘർഷങ്ങളെ മനസ്സിലാക്കി അയാളോടൊപ്പം നിൽക്കാനും സമൂഹം സന്നദ്ധമാകുമ്പോൾ, അതുപോലെ മറ്റൊരാളുടെ സൽപ്പേര് തകർത്ത് അയാൾക്ക് ജീവിക്കാൻ ഇടവരാത്ത സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ആത്മഹത്യാ സംസ്കാരം ഇല്ലാതാക്കുന്നതിന് സമൂഹത്തിന് ചെയ്യാവുന്ന സംഭാവന എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നരകത്തിൽ പോകും എന്ന് പേടിപ്പിച്ചാൽ മാത്രം ആത്മഹത്യ ഇല്ലാതാകുന്നില്ല. കാരണം അവന് നരകത്തിൽ പോകുകയോ സ്വർഗത്തിൽ പോകുകയോ എന്നുള്ള ചിന്തയൊന്നും അന്നേരമില്ല. അവൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായ ഇരുട്ടാണ്, ഒരു വഴി അവൻ കാണുന്നില്ല. അവൻ ആകെ കൂടി ആ ഇരുട്ടിൽ സ്വയം മറയ്ക്കാൻ നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് ആത്മഹത്യ. അതിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹത്തിനറിയാം, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന് അദ്ദേഹത്തിനറിയാം. ഇതിന് ശേഷം എന്താണ് തനിക്ക് സംഭവിക്കുക,
തൻ്റെ കുടുംബത്തിന് സംഭവിക്കുക എന്നൊന്നും പുള്ളി ചിന്തിക്കുന്നില്ല. അത്രയും ഒന്നും വിശാലമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജോർജ് സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഉപവാസം, ശാരീരിക പീഡകൾ എന്നിവ നടത്തുന്നത് ശരിയാണോ? യെസ്, അത് നമ്മുടെ ജോർജ് സാറിൻ്റെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്താണ് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഉപവാസം, അതുപോലെ തന്നെ ശാരീരിക പീഡകൾ, ചില വിശുദ്ധരൊക്കെ കൊടിയ പീഡകൾ ശരീരത്തിൽ ഏൽപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും സാറ് ചോദിക്കുന്നത്. യെസ്, അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഉപവാസം എടുക്കുക. മരണം വരെ ഞാൻ ഉപവസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉപവസിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അനിശ്ചിതകാല ഉപവാസം എന്നൊക്കെ പറയാം. ഞാൻ മരണം വരെയും നിരാഹാരം കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ബോധപൂർവമുള്ള ആത്മഹത്യാ തീരുമാനമാണ്. അതുകൊണ്ട് സമരത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിക്ക് നിരാഹാരം കിടക്കാം, ഉപവസിക്കാം. പക്ഷേ അത് മുൻകൂട്ടി ഞാൻ മരണം വരെയും ഉപവസിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് വിശ്വാസവിരുദ്ധമായ പ്രസ്താവനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേസമയം ആ പ്രതിഷേധ മാർഗം ഉപയോഗിക്കുന്നത് തെറ്റില്ല. പിന്നെ ഈ ഉപവാസം എന്ന് പറയുന്നത് ആത്യന്തികമായ എന്താണ്? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ആത്മബലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി എന്ന രീതിയിലാണ് ഉപവാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മലയാളികൾ 3-4 നേരം ഭക്ഷണം കഴിക്കും അല്ലേ? അത്രയൊന്നും ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. ഒരു നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ബാക്കിയുള്ളപ്പോഴൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്നാണ് പാശ്ചാത്യ ലോകത്തുള്ളവരുടെ ഒരു വിലയിരുത്തൽ. അതെന്തുമാകട്ടെ, ഈ ഭക്ഷണത്തിൻ്റെ അളവോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തവണയോ ഒക്കെയാണ് നമ്മൾ ഉപവാസത്തിലൂടെ അർത്ഥമാക്കുന്നത് അല്ലേ? അതായത് ഒരു നേരം എടുത്തു, അതിനെ നമ്മൾ ഉപവാസം എന്നാണ് വിളിക്കുന്നത്. അതായത് ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് നമ്മൾ ബാക്കി നേരം ഉപവസിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് വലിയ ഉപവാസമൊന്നുമല്ല. കാരണം ഈ ലോകത്ത് വലിയൊരു വിഭാഗം ഒരു നേരം കഴിക്കുന്നുള്ളൂ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മളെടുക്കുന്നത് വലിയ ഉപവാസമൊന്നും അല്ലേ? ഇനി സാറ് ചോദിച്ചതുപോലെ ഒരു വ്യക്തി സ്വയം മരിക്കാനോ നശിക്കാനോ വേണ്ടി ഉപവാസം എടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. എൻ്റെ ശരീരത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യും, ഈ ശരീരത്തെ തകർക്കും, ഇതിൻ്റെ ആരോഗ്യം നശിപ്പിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നത് എങ്കിൽ എൻ്റെ ഉപവാസം തെറ്റാണ്. അതേസമയം എനിക്കതിൽ നിന്ന് ഉപരി നന്മയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ, ഏതെങ്കിലുമൊക്കെ തിന്മയോടുള്ള എൻ്റെ പോരാട്ടത്തിന് ശക്തി കിട്ടാൻ ഞാൻ ഉപവസിക്കുന്നുവെങ്കിൽ അത് ഗുണകരമാണ്. കാരണം അവിടെ ലക്ഷ്യം പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ, ധാർമ്മികമായി വിലയിരുത്തുമ്പോൾ, ഏത് ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് അല്ലേ? ഇവിടെ ഉപവസിക്കുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെൻ്റെ ശരീരം തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപവസിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതേസമയം ഉപരി നന്മയ്ക്ക് വേണ്ടിയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് അത് ചെയ്യുന്നത് എങ്കിൽ അത് ന്യായീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പുണ്യവാളന്മാർ പലതരത്തിലുള്ള പരിത്യാഗ പ്രവർത്തികൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊടിയ തണുപ്പുള്ള ശൈത്യകാലത്ത് പാശ്ചാത്യ ലോകത്ത് -डिग्री തണുപ്പ് വരുന്നിടത്ത് ചില വിശുദ്ധന്മാർ ഷൂ ഇടാതെ നടക്കുമായിരുന്നു. ഷൂ ഇടാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അതിന് ഇവിടെ ആരാ ഷൂ ഇടുന്നത്? ഇവിടെ ഷൂ ഇടുന്നതാണ് ഒരു തരം പീഡനം അല്ലേ? അതേസമയം ഈ ശൈത്യകാലത്ത് ഷൂ ഇടാതെ, കമ്പിളിയുടെ സോക്സും ഷൂ ഒന്നും ഇടാതെ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് അതികഠിനമായ പീഡയാണ്. അത് അങ്ങനെ ആ പീഡനം ഏറ്റുവാങ്ങി ജീവിച്ച വിശുദ്ധന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സന്യാസ സമൂഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അവർ ഭക്ഷണം വല്ലവരുടെയും വീടുകളിൽ പോയി എരന്ന് വാങ്ങി വല്ലതും കിട്ടിയാൽ തിന്നുള്ളൂ എന്ന് പറഞ്ഞ
ഭിക്ഷാടക സമൂഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. സന്യാസ സമൂഹങ്ങൾ, മെൻഡിക്കൻ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്ന സന്യാസ സമൂഹങ്ങൾ തന്നെ അങ്ങനെ രൂപം കൊണ്ടിട്ടുണ്ട്. അതൊക്കെയും പാപമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് സുവിശേഷത്തോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുക, ആധ്യാത്മികമായി കൂടുതൽ വളരുക, അതുപോലെ തന്നെ ശരീരത്തെ നിയന്ത്രിക്കുക തുടങ്ങിയ ഉപരി ലക്ഷ്യങ്ങളെ പ്രതിയാണ് അവരത് ചെയ്തിരുന്നത് എന്നുള്ളതിനാൽ അത് സ്വീകാര്യമാണ്. എന്നാൽ ശരീരത്തെ വന്യമായി പീഡിപ്പിക്കുന്ന രീതിയിലുള്ള തപശ്ചര്യകളെ, ആത്മീയ അഭ്യാസങ്ങളെ സഭ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പണ്ട് കാലത്ത് മനുഷ്യർ, വിശുദ്ധന്മാർ ചിലരൊക്കെ മുള്ളരഞ്ഞാണം ധരിച്ച് ശരീരം മുഴുവൻ വ്രണമായി ഈ അരക്കെട്ട് മുഴുവൻ പഴുത്ത് ജീവിച്ച വിശുദ്ധരെക്കുറിച്ച് കേൾക്കുന്നു. അത് ശരിയായ നടപടി അല്ല എന്നാണ് സഭ ഇന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ ദുഃഖവെള്ളിയാഴ്ചയെങ്കിലും സന്യാസഭകളിൽ ചാട്ടവാറടിക്കുകയാണ്, ചമ്മട്ടി അടിക്കുകയാണ്. അപ്പോൾ വലിയ മർദ്ദനത്തിലൂടെ ശരീരത്തിൽ നിന്ന് ചോരയും മാംസവും വിട്ടുപോകുന്ന രീതിയിൽ പീഡനങ്ങൾ ഏൽപ്പിക്കണം എന്നൊക്കെയുള്ള ക്രമങ്ങൾ ഒരു കാലത്ത് ചില സന്യാസ സഭകളിൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ സഭ അത്തരത്തിലുള്ള വന്യമായ മാർഗങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അതേസമയം ആധ്യാത്മിക വളർച്ചയ്ക്ക് ശരീരത്തെയും കൂടി പരിഗണിക്കുന്ന ഒരു ആത്മീയ ശൈലിക്കാണ് ഇന്ന് രൂപം നൽകിയിരിക്കുന്നത്. കാരണം പണ്ട് ശരീരം ആത്മാവിൻ്റെ ശത്രുവാണ് എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഇത്തരം ആധ്യാത്മികതകൾ രൂപം കൊണ്ടത്. എന്നാൽ ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ശരീരവും ആത്മാവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ആത്മാവിൻ്റെ ശത്രുവല്ല ശരീരം. ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ശരീരത്തിൻ്റെ സുസ്ഥിതി ആവശ്യമാണ്. അതുകൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി സഭയുടെ ആധ്യാത്മികതയിൽ രൂപപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ശരീരത്തെ നാശകരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും സഭ ഇന്ന് നിയന്ത്രണം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പേരെന്താണ്? സിസ്റ്റർ ദീപ്തി. ദീപ്തി, ചോദ്യമാണ് എന്താണ് സിസ്റ്ററിൻ്റെ? പിതാവേ, തമാശയ്ക്കാണെങ്കിൽ പോലും സമൂഹ മധ്യത്തിൽ വെച്ച് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാറുണ്ട്. അത് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നു. ഇത് കൊലപാതകം പോലെ ഗൗരവമായ ഒരു തെറ്റാണോ? ഓക്കെ, ദീപ്തി സിസ്റ്റർ ചോദിച്ചത് മറ്റുള്ളവരെ പരിഹസിക്കുന്നത് കൊലപാതകത്തിന് തുല്യമായ തെറ്റാണോ എന്നാണ്. ഈശോ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഈശോ പറഞ്ഞ എന്താണ്? സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായിത്തീരും. കൊല്ലരുത് എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകത്തിൽ പോകും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരാളുടെ സൽപ്പേര് നശിപ്പിക്കുക എന്ന് പറയുന്നത് കൊലപാതകത്തിന് തുല്യമായ തെറ്റാണ് എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു അപമാനിക്കൽ എന്ന് പറയുന്നതിന് ആഗോളമാനം കൈവന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ഗ്രാമപ്രദേശത്ത്, ഇപ്പോൾ ചട്ടമലയിൽ ഒരു ചേട്ടൻ വേറൊരു ചേട്ടനെ തെറി വിളിച്ചാൽ അവർ രണ്ടുപേരും പിന്നെ അയലോക്കത്തെ ഒരു വീട്ടുകാരെ കേൾക്കുന്നുള്ളായിരുന്നു. അല്ലെ, എന്തെങ്കിലും ഒരു ആരോപണം ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അത് അത്രയും പേരെ കേൾക്കുന്നുള്ളായിരുന്നു, അല്ലേ? ഇന്ന് പക്ഷേ നോക്കിക്കേ, അങ്ങനെ ഒരു ആരോപണം വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എഴുതി വിടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അത് ലോകം മുഴുവനും പരക്കുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് അത് 10,000-കണക്കിന് ആളുകളുടെ പക്കൽ അത് എത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ അപമാനിക്കൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഒരു ആഗോളമാനം കൈവന്ന കാലമാണ്. ചിലപ്പോൾ ആ വ്യക്തികൾക്ക് പിന്നെ ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകും, അല്ലേ? അവർക്ക് ജോലിക്ക് പോകാൻ മേലാതെ ജോലി രാജിവെച്ച് ഇങ്ങനെയുള്ള അപമാനം സഹിച്ച് കഴിയുന്ന മനുഷ്യരെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നല്ല ജോലി ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഈ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെയുള്ള ഈ ദുഷ്പ്രചരണം കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ മേലാതെ
ജോലി തന്നെ രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വന്നവരുണ്ട്. കുടുംബങ്ങൾ തകർന്നു പോയവരുണ്ട്. മക്കളും ജീവിത പങ്കാളിയും വെറുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളവരുണ്ട്. അവർ മുമ്പിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന പരിതോവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും സൂചിപ്പിക്കുന്ന എന്താണ്? ഈശോ പറഞ്ഞതുപോലെ സൽപ്പേര് നശിപ്പിക്കുന്നത് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഈശോ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായ ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ ജീവനോളം മൂല്യമുള്ളതാണ് ആ വ്യക്തിയുടെ സൽപ്പേര്. അത് ഒരു വിധത്തിലും കളങ്കപ്പെടാതെ നോക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പലപ്പോഴും നമ്മൾ ഈ മലയാളികളുടെ ഒരു മനസ്സാകാം ഒരുപക്ഷെ, എന്തെങ്കിലുമൊക്കെ തിന്മയും കുറവും ഉണ്ടെങ്കിൽ അതിങ്ങനെ പർവ്വതീകരിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇങ്ങനെ വ്യക്തിപരമായ വീഴ്ചകളെക്കുറിച്ച് 1 മണിക്കൂർ ചർച്ചയൊക്കെ നടത്തുന്നത് കാണുമ്പോൾ എത്രമേൽ ലജ്ജാകരമാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം, ഏത് ദിശയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട മാധ്യമപ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കും ഇതിനുള്ള അധികാരമില്ല വ്യക്തികളെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ പരസ്യ വിചാരണ ചെയ്ത് തേജോവധം ചെയ്ത് അവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നത് അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പലപ്പോഴും ഈ ചർച്ചക്കാർ തന്നെയാണ് ഒന്നാം പ്രതികളായി തീരേണ്ടത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും മാധ്യമ പരിരക്ഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നിരിക്കാം. പക്ഷേ ഓർക്കുക, ഇത്തരത്തിലുള്ള ഈ അപമാനിക്കലുകൾ എന്തോ ഒരു വലിയ അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തെ ഒറ്റപ്പെട്ട അപമാനിക്കലിൻ്റെ മാത്രം വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അത് കൊല ചെയ്തതിന് തുല്യമാണോ എന്ന് മനസ്സിലാക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് വന്നിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരുപക്ഷെ കൊലപാതകത്തെക്കാളും ഭയാനകമാണ് ഇത്തരത്തിലുള്ള ആഗോളതലത്തിലുള്ള അപമാനിക്കൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.